സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം, സൗരയൂഥത്തിലെ 9ാമത്തെ വലിയ വസ്തു. ഇത് സൂര്യനിൽ നിന്നും ഏകദേശം 76,34,00,000 കിലോമീറ്ററുകൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ജൂപ്പിറ്റർ എന്ന വ്യാഴത്തിൻ്റെ 95 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഉപഗ്രഹമാണ് ഗാനിമേഡ്. സൗരയൂഥത്തിലെ മറ്റ് സകല ഉപഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ഉപഗ്രഹം. ചൊവ്വാഗ്രഹത്തെക്കാളും ഒരൽപ്പം മാത്രം വലിപ്പം കുറഞ്ഞ ഗാനിമേഡിനുള്ളിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളത്തെക്കാളും കൂടുതൽ ജലസമ്പത്തുണ്ട്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വ്യാഴത്തിൻ്റെ ഈ ഭീമൻ ചന്ദ്രന് ചുറ്റിലും ജലനീരാവിയും അന്തരീക്ഷത്തിൽ ഓക്സിജനും കണ്ടെത്തി. വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ജൂണോ എന്ന പേടകം ഗാനിമേഡിൽ നിന്നും നമ്മൾ ഭൂമിയിൽ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന വൈഫൈ സിഗ്നൽ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഗാനിമേഡിനുള്ളിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകുമോ? അവർ അയച്ചതായിരിക്കുമോ ഈ സിഗ്നലുകൾ? അന്തരീക്ഷത്തിലെ ജലനീരാവിയും ഓക്സിജനുമെല്ലാം ജീവന്റെ തെളിവുകളാണോ? സൂര്യനിൽ നിന്നും ഏകദേശം 76,34,00,000 കിലോമീറ്ററുകൾ അകലത്തിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന വ്യാഴം. വ്യാഴത്തിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. ചെറുതും വലുതുമായി നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 95ഓളം ഉപഗ്രഹങ്ങൾ. ഇവയിൽ ആദ്യമായി കണ്ടെത്തിയത് ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളെയാണ്. 1610 ഗലീലിയോ ഗലീലി കണ്ടെത്തിയ ഗാനിമേഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നീ 4 ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. ഇവയിൽ വ്യാഴത്തിൻ്റെ ഏറ്റവും വലുതും സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഉപഗ്രഹവും ഗാനിമേഡാണ്. കൂടാതെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ 9ാമത്തെ വസ്തുവുമാണ് ഈ ഗാനിമേഡ്. ജൂപ്പിറ്ററിന് പകരം സൂര്യനെ ആയിരുന്നു ഗാനിമേഡ് വലം വെച്ചിരുന്നത് എങ്കിൽ നമുക്കിതിനെ ഒരു ഗ്രഹമായി തന്നെ കണക്കാക്കാമായിരുന്നു. ഭീമാകാരനായ ഈ ഉപഗ്രഹം ഗണ്യമായ കാന്തിക ക്ഷേത്രമുള്ള സൗരയൂഥത്തിലെ ഏക ഉപഗ്രഹമാണ്. അധികം കട്ടിയില്ലാത്ത അന്തരീക്ഷമുള്ള വലിയ ബഹിരാകാശ വസ്തു. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ പോലെ തന്നെ സൗരയൂഥത്തിലെ കുഞ്ഞൻ ഗ്രഹമായ ബുധനേക്കാളും വലുതാണ് ഗാനിമേഡ്. ഗാനിമേഡിന് 5268 കിലോമീറ്ററോളമാണ് വ്യാസം. ഇത് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനെ അപേക്ഷിച്ച് 8% കൂടുതലാണ്. സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഉപഗ്രഹമായ ശനിയുടെ ടൈറ്റനേക്കാളും ഒരൽപ്പം കൂടുതൽ മാസും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ്റെ ഇരട്ടിയിൽ കൂടുതൽ മാസുമുണ്ട്. ശരാശരി സാന്ദ്രത 1.936 ഗ്രാം/സെൻറ്റിമീറ്റർ ക്യൂബാണ്. വ്യാഴത്തിൽ നിന്നും 10,70,400 കിലോമീറ്ററുകൾ അകലത്തിലൂടെയാണ് ഗാനിമേഡ് ഗ്രഹത്തെ വലം വയ്ക്കുന്നത്. 7 ഭൗമദിനങ്ങളും 3 മണിക്കൂറുകളും സമയമെടുത്താണ് ഒരു തവണ ഗാനിമേഡ് വ്യാഴത്തെ വലം വയ്ക്കുന്നത്. വ്യാഴത്തിൻ്റെ ഒട്ടുമിക്ക ഉപഗ്രഹങ്ങളെയും പോലെ തന്നെ ഗാനിമേഡും വ്യാഴവുമായി ടൈഡലി ലോക്ക്ഡാണ്. അതായത് ഗാനിമേഡിൻ്റെ ഒരു വശം എപ്പോഴും ഗ്രഹത്തിന് അഭിമുഖമായി തന്നെ ഇരിക്കും. ഭ്രമണപഥം അല്പം ഉൽക്കേന്ദ്രീകൃതവും വ്യാഴത്തിൻ്റെ മധ്യരേഖയിലേക്ക് ചെരിഞ്ഞതുമാണ്. ഗാനിമേഡ്, യൂറോപ്പ, അയോ എന്നീ ഉപഗ്രഹങ്ങളുമായി പ്രത്യേക തരത്തിൽ പരിക്രമണ അനുപാതത്തിലാണ് വ്യാഴത്തെ വലം വയ്ക്കുന്നത്. അതായത് ഓരോ തവണ ഗാനിമേഡ് വ്യാഴത്തെ വലം വയ്ക്കുമ്പോഴും യൂറോപ്പ 2 തവണയും അയോ 4 തവണയും വ്യാഴത്തെ പരിക്രമണം ചെയ്തിട്ടുണ്ടാകും. സൗരയൂഥം രൂപം കൊണ്ട സമയത്ത് വ്യാഴത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം വ്യാഴത്തിന് ചുറ്റിലുമുള്ള വാതകത്തിൻ്റെയും പൊടിപടലങ്ങളുടെയും ഡിസ്കായ വ്യാഴത്തിൻ്റെ സബ് നെബുലയിലെ ഒരു അക്രീഷൻ വഴിയാണ് ഗാനിമേഡ് രൂപപ്പെട്ടത്. ഈ രൂപീകരണത്തിന് ഏകദേശം 10,000 വർഷക്കാലത്തോളം സമയമെടുത്തിയിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗാനിമേഡ് രൂപപ്പെട്ടത്. ഗാനിമേഡിൻ്റെ ഉപരിതലത്തിൽ ഏകദേശം 43% ആൽബിഡോ ഉണ്ട്. ഒരു വസ്തുവിൻ്റെ പ്രതല പ്രതിഫലന ശേഷിയുടെ പരിണാമമാണ് ആൽബിഡോ. ഒരു വസ്തുവിൻ്റെ പ്രതലം പ്രതിഫലിപ്പിക്കുന്ന വികിരണത്തിൻ്റെ അളവും അതിൽ പതിക്കുന്ന വികിരണത്തിൻ്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആൽബിഡോ. ഇത് ശതമാനക്കണക്കിലാണ് സാധാരണ പറയുന്നത്. വികിരണം പരിപൂർണമായും ആഗിരണം ചെയ്യുന്ന കറുത്ത പ്രതലത്തിൻ്റെ ആൽബിഡോ 0 എന്നാൽ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്ന വെളുത്ത പ്രതലത്തിൻ്റെ ആൽബിഡോ 100% ഗാനിമേഡിൻ്റെ ഉപരിതലത്തിൽ 43% ആൽബിഡോ.
എന്നാൽ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. ജൂപ്പിറ്ററിന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് മറ്റു ഭാഗത്തേക്കാൾ തിളക്കം കൂടുതലാണ്. ഇത് യൂറോപ്പയ്ക്ക് സമമാണ്. എന്നാൽ കാലിസ്റ്റോയുടെ നേരെ ഓപ്പോസിറ്റുമാണ്. ജൂപ്പിറ്ററിൻ്റെ എതിർദിശയിലുള്ള ഗാനിമേഡിൻ്റെ അർദ്ധഗോളം സൾഫർ ഡയോക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഗാനിമേഡിൻ്റെ ഉപരിതലം പലതരം ഭൂപ്രകൃതികളുടെ മിശ്രിതമാണ്. വളരെ പഴയതും ഉയർന്ന ഗർത്തങ്ങളും ഇരുണ്ട പ്രദേശങ്ങളും കുറച്ചു പ്രായം മാത്രമുള്ള ചെറിയ വിശാലമായ ഒരു കൂട്ടം ചാലുകളും വരമ്പുകളും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന വളരെ ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ. ഉപരിതലത്തിൻ്റെ 1/3 ഭാഗവും ഉൾക്കൊള്ളുന്നത് ഇരുണ്ട ഭൂപ്രദേശത്താണ്. കളിമണ്ണും ജൈവ വസ്തുക്കളുമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. ഗാനിമേഡിൽ നമുക്ക് ധാരാളം ഗർത്തങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ എല്ലാ ഭൂപ്രദേശത്തും ഇത് ഒരുപോലെയല്ല. ഇരുണ്ട ഭൂപ്രദേശത്ത് കൂടുതൽ ഗർത്തങ്ങളുണ്ട്. അവയ്ക്ക് ഒരുപാട് ആഴവുമുണ്ട്. എന്നാൽ തിളക്കമുള്ള പ്രദേശത്ത് ആഴം കുറഞ്ഞ കുറച്ച് ഗർത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഗാനിമേഡിൽ കാണുവാൻ സാധിക്കുന്ന ഈ ക്രേറ്ററുകൾ നമ്മുടെ ചന്ദ്രനിലും ബുധനിലും കാണുന്ന ഗർത്തങ്ങളെക്കാളും വളരെയേറെ പരന്നതാണ്. ഗാനിമേഡിൻ്റെ മഞ്ഞു മൂടിയ പുറന്തോടിൻ്റെ താരതമ്യേന ദുർബലമായ സ്വഭാവമാണ് ഇതിന് കാരണം. അവിടെ നിന്നും ഒഴുകിയിറങ്ങുന്ന ഐസ് ഇതിൻ്റെ പുറന്തോടിലുള്ള ഗർത്തങ്ങളെ മായ്ച്ചു കളയും. ഗാനിമേഡിൻ്റെ ഒരു പ്രധാന സവിശേഷത ഗലീലിയോ റീജിയോ എന്ന ഇരുണ്ട സമതലമാണ്. ഇതിനുള്ളിൽ ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങൾ മൂലം ഭാവിയിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാവുന്ന കേന്ദ്രീകൃത ചാലുകളുടെ ഒരു കൂട്ടം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഗാനിമേഡ് വളരെയേറെ തണുപ്പ് കൂടിയ ഒരു ലോകമാണ്. -121 ഡിഗ്രി സെൽഷ്യസോളം താഴ്ന്നതാണ് അവിടുത്തെ ശരാശരി താപനില. അതായത് ഗാനിമേഡിൻ്റെ ഉപരിതലം മുഴുവൻ കട്ടി കൂടിയ ഐസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ കട്ടി കൂടിയ ഐസ് നിറഞ്ഞു കിടക്കുന്ന പുറംപാളിക്കുള്ളിൽ ഭൂമിയിലുള്ള ജലത്തെക്കാളും ഒരുപാട് കൂടുതൽ ജലമൊഴുകുന്ന വലിയ സമുദ്രം തന്നെയുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വളരെയധികം ജലം ഗാനിമേഡിലുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. അതായത് ജീവൻ നിലനിൽക്കുവാൻ അത്യാവശ്യമായ ജലം ഗാനിമേഡിലുണ്ട്. ഇതുപോലെ തന്നെ വളരെ കനം കുറഞ്ഞ ഗാനിമേഡിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ജീവവായുവായ ഓക്സിജനുണ്ട്. ഗാനിമേഡിൻ്റെ ഉപരിതലത്തിലെ മഞ്ഞിൽ നിന്നും ഉരുകുന്ന ജലത്തിൻ്റെ കണികകൾ സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ മൂലം ഹൈഡ്രജനും ഓക്സിജനുമായി വേർപിരിയുകയും അവ രണ്ടും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ശക്തി കുറഞ്ഞ ഗുരുത്വാകർഷണ ബലം മൂലം കട്ടി കൂടിയ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകും. കട്ടി കുറഞ്ഞ ഓക്സിജൻ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കും. അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ജലവും ഓക്സിജനും ഗാനിമേഡിലുണ്ട്. നമ്മൾ കണ്ട ഗാനിമേഡിലെ ഈ സമുദ്രം ഗാനിമേഡിൻ്റെ പുറംപാളിയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലാണ് അവിടെ അനുഭവപ്പെടുന്ന മർദ്ദം. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിലും ഇത്ര കുറഞ്ഞ താപനിലയിൽ ഭൂമിയിലെ ഒരു ജീവനും നിലനിൽക്കുവാൻ സാധിക്കുകയേയില്ല. 2021 ജനുവരി മാസം ജൂപ്പിറ്ററിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നാസയുടെ ജൂണോ സ്പേസ് പ്രോബ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. ജൂപ്പിറ്ററിൻ്റെ ഒരു ഉപഗ്രഹത്തിൽ നിന്നും പുറപ്പെടുന്ന FM റേഡിയോ സിഗ്നൽ ഭൂമിയിൽ നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന വൈഫൈ സിഗ്നലാണ് ഗാനിമേഡിൽ നിന്നും വന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ വൈഫൈ സിഗ്നൽ ആ ഉപഗ്രഹത്തിൽ നിന്നും എങ്ങനെയായിരിക്കും വന്നത്? നമ്മുടെ ഭൂമിക്കുള്ളതുപോലെ കട്ടി കൂടിയ നല്ലൊരു അന്തരീക്ഷം ഗാനിമേഡിനില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ കാന്തിക വലയം കാരണം ഗാനിമേഡിൻ്റെ ധ്രുവങ്ങളിൽ ഭൂമിയിലേതുപോലെ തന്നെ വർണ്ണശബളമായ അറോറകൾ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. ഗാനിമേഡിൽ നിന്നും കണ്ടെത്തിയ റേഡിയോ സിഗ്നൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലം സൃഷ്ടിക്കപ്പെട്ടതാണ്. 2021 തുടക്കത്തിൽ ജൂണോ ജൂപ്പിറ്ററിൻ്റെ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ പറന്നുപോയപ്പോൾ ജൂപ്പിറ്ററിൻ്റെ ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് ഗാനിമേഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി കൂടിക്കലർന്നപ്പോൾ ഉണ്ടായതാണ് ഈ റേഡിയോ സിഗ്നൽ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട റേഡിയോ സിഗ്നലാണ് ജൂണോ കണ്ടെത്തിയത്. അല്ലാതെ ഗാനിമേഡിൽ അന്യഗ്രഹ ജീവികൾ ഒന്നുമില്ല. നാളിതുവരെ നിരവധി ബഹിരാകാശ പേടകങ്ങൾ ഗാനിമേഡിനെ സമീപിച്ചിട്ടുണ്ട്. ഗാനിമേഡിൻ്റെ സമീപത്ത് ആദ്യമായി എത്തിയ പേടകം പൈനിയർ 10 ആണ്. 1973 വ്യാഴത്തിൻ്റെ സമീപത്തുകൂടെ അമിത വേഗതയിൽ പറന്നപ്പോഴാണ് പൈനിയർ 10 ഗാനിമേഡിൻ്റെ സമീപത്തെത്തിയത്. തൊട്ടു പിന്നാലെ 74 പൈനിയർ 11 ഗാനിമേഡിനെ സമീപിച്ചു. ഇവ ഉപഗ്രഹത്തിൻ്റെ ഭൗതികമായ ഘടനയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. 1979
വ്യാഴവ്യൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾ ഗാനിമേഡിനെ കുറിച്ച് പഠിച്ചു. അവ ശേഖരിച്ച ഡേറ്റകളിൽ നിന്നുമാണ് ഗാനിമേഡിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഉപരിതലത്തിലെ ചാലുകൾ നിറഞ്ഞ ഭൂപ്രകൃതി വളരെ വ്യക്തമായി തന്നെ അവർ പകർത്തി. പൈനിയറും വോയേജർ പേടകങ്ങളുമെല്ലാം ഒരുപാട് ദൂരത്ത് നിന്നുകൊണ്ടാണ് ഗാനിമേഡിനെ കണ്ടത്. 1995 ഗലീലിയോ പേടകം വ്യാഴത്തിന് ചുറ്റിലുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 96-നും 2000-നും ഇടയിൽ ഗാനിമേഡിൻ്റെ തൊട്ട് സമീപത്തുകൂടെ 6 തവണ പറന്നു. ആദ്യ പറക്കലിൽ ഗലീലിയോ ഗാനിമേഡിൻ്റെ കാന്തിക ക്ഷേത്രം കണ്ടെത്തി. രണ്ടാമത്തെ പറക്കലിൽ ഗാനിമേഡിൽ നിന്നും വെറും 264 കിലോമീറ്ററുകൾ മാത്രം സമീപത്തുകൂടെ കടന്നുപോയി. ഗലീലിയോ പകർത്തിയ സ്പെഷ്യൽ റെസല്യൂഷൻ സ്പെക്ട്രൽ ഉപയോഗിച്ച് ഐസില്ലാത്ത സംയുക്തങ്ങൾ തിരിച്ചറിയുവാൻ സാധിച്ചു. പ്ലൂട്ടോയിലേക്കും കൊയ്പ്പർ ബെൽറ്റിലേക്കുമുള്ള യാത്രാമധ്യേ 2007-ൽ വ്യാഴത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ദൂരത്ത് നിന്നുകൊണ്ട് ന്യൂ ഹൊറൈസൺ പേടകം ഗാനിമേഡിനെ കണ്ടു. ഗലീലിയോയെ പോലെ തന്നെ ജൂണോ ബഹിരാകാശ പേടകം ജൂപ്പിറ്ററിനെ പരിക്രമണം ചെയ്തു. 2017 ഡിസംബർ മാസം 25-ാം തീയതി ജൂണോ വ്യാഴത്തിൻ്റെ 24-ാമത്തെ ഭ്രമണപഥത്തിൽ 97,680 കിലോമീറ്ററുകൾ മുതൽ 1,09,439 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ ഗാനിമേഡിൻ്റെ ഒരു വിദൂര പറക്കൽ നടത്തി. ഇതിൽ ഗാനിമേഡിൻ്റെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രങ്ങൾ വളരെ വ്യക്തമായി തന്നെ പകർത്തുവാനും സാധിച്ചു. വീണ്ടും 2021 ജൂൺ മാസം ജൂണോ 1038 കിലോമീറ്ററുകൾ അടുത്തുവരെ എത്തി. സമീപഭാവിയിൽ തന്നെ ഗാനിമേഡിൻ്റെ ചുറ്റിലുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ പേടകമായി മാറുവാൻ ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്ന ജൂസ് ബഹിരാകാശത്തുകൂടെ ജൂപ്പിറ്ററിൻ്റെ സമീപത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. 2031-ൽ ജൂസ് ആദ്യമായി ഗാനിമേഡിൻ്റെ ചുറ്റിലും പറക്കും. അങ്ങനെ വരും കാലങ്ങളിൽ നമുക്ക് ഈ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. ഗാനിമേഡിനെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.